ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്കൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 200 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ടിക്ക മസാലയാണ് കേട്ടോ. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ചിക്കൻ ടിക്ക മസാല ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചിക്കന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ ചിക്കൻ ടിക്ക മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ മസാലയുടെ കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ ടിക്ക മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ടിക്ക മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, എന്നാലും നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബട്ടറിലാണ്. ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1-2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് ചൂടാറുമ്പോഴേക്കും നമുക്കിതൊന്ന് ക്രഷ് ചെയ്തുകൂടെ എടുക്കാം. ഞാനപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പം ഞാൻ അതേ പാൻ തന്നെയാണ് കേട്ടോ, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്രഷ് ചെയ്തിരിക്കുന്ന ചിക്കനൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, യെല്ലോ, റെഡ്, ഗ്രീൻ. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ബേസിൽ ലീവ്സ്, 1/4 ടീസ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബേസിൽ ലീവ്സ് കയ്യിലില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഹോട്ട് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മൊസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ബൈറ്റ്സ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലീവ് കായ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മുട്ട ബീറ്റ് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡിലേക്ക് മസാല ഫില്ല് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. മസാലയുടെ മുകളിലായിട്ട് കുറച്ച് മസാല ചീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒലിവ് കായ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒലിവ് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പിഞ്ച് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തോ അല്ലാതെയോ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഒരു 4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഇത് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം കോട്ട് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് കോട്ടായിട്ട് വരുന്നത്. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് കോട്ടായി തന്നെ നമുക്ക് കിട്ടും. സൈഡിലെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോവില്ല. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ സ്ലൈസ് ബ്രെഡ് ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വയ്ക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 വശവും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. നമ്മളപ്പോൾ ഓരോ പീസ് 2 തവണയാണ് എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എഗ്ഗ് കൂടുതലായിട്ട് വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഗ്ഗ് കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ 6 സ്ലൈസ് ബ്രെഡിനും കൂടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ മുട്ട ഇത്രയും ചേർക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 3 മുട്ട എടുക്കുക. അതിലേക്ക് കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എങ്ങനെയായാലും എഗ്ഗ് ഇതിലേക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.